2014 പുറത്തിറങ്ങിയ ചലച്ചിത്രം ഷെഫിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ലോസ് ആഞ്ചലസിലെ ഒരു ഫേമസ് റെസ്റ്റോറന്റ് കാണിച്ചുകൊണ്ടാണ്. റെസ്റ്റോറന്റിൽ തിരക്ക് പിടിച്ച് അദ്ദേഹം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാഴ്ചയിൽ തന്നെ മികച്ച പാചക വിദഗ്ധനാണെന്ന് വ്യക്തം. ആ റെസ്റ്റോറന്റിന്റെ ഹെഡ് ഷെഫായ കാസ്പർ എന്ന വ്യക്തിയായിരുന്നു അത്. കാസ്പർ കുറേയധികം വർഷമായി ആ റെസ്റ്റോറന്റിൽ ഹെഡ് ഷെഫാണ്. താനൊരു വലിയ ഷെഫാണ് എന്നൊരു തലക്കനം പോലും കാസ്പറിനുണ്ടായിരുന്നു. മെനുവിലുള്ള ഭക്ഷണത്തിന് പുറമെ തന്റെ പൊടിക്കൈകൾ കൂടി ചേർത്ത് വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വരുന്നവർക്ക് വിളമ്പുന്നത് കാസ്പറിന്റെ ശീലവുമായിരുന്നു. അന്നും അതുപോലെ കാസ്പർ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് കാസ്പറിന്റെ സുഹൃത്തും അസിസ്റ്റന്റുമായ ഷെഫ് മാർട്ടിൻ വന്നു. അന്ന് ധൃതിയിൽ ആവശ്യമായ ഡിഷൊക്കെ ചെയ്ത ശേഷം മാർട്ടിനെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് കാസ്പർ വേഗത്തിൽ അവിടെ നിന്ന് പുറപ്പെട്ടു പോന്നു. കാരണം അന്നവൻ അവന്റെ മകനെ പിക്ക് ചെയ്യാനുണ്ട്. കാസ്പറിന് താൻ വിചാരിച്ച പോലെ പ്രൊഫഷണൽ ലൈഫ് കിട്ടിയെങ്കിലും അവന്റെ പേഴ്സണൽ ലൈഫ് അത്തരത്തിൽ നല്ലതായിരുന്നില്ല. ഡിവോഴ്സ്ഡ് ആയിരുന്ന ഒരു സ്ത്രീയെയായിരുന്നു കാസ്പർ വിവാഹം കഴിച്ചത്. അതിലവർക്കൊരു കുട്ടിയും ഉണ്ടായി. പക്ഷേ കാസ്പറുടെ തലക്കനവും താനാണ് എല്ലാത്തിലും ബെസ്റ്റ് എന്നുള്ള തോന്നലും കൊണ്ട് അവർക്കിടയിലെ പ്രശ്നങ്ങൾ കനക്കുകയും എപ്പോഴും വാക്കുതർക്കം ഉണ്ടാവുകയും ഒക്കെ ചെയ്തതോടെ കാര്യങ്ങൾ ഡിവോഴ്സിലേക്ക് എത്തി. കോടതി ഇരുവർക്കും ഡിവോഴ്സും അനുവദിച്ചു. പക്ഷേ മകനുണ്ടല്ലോ, കോടതി മകന്റെ കാര്യത്തിൽ തീരുമാനിച്ചത് വീക്കെൻഡ് ഡേയ്സിൽ മകൻ കാസ്പറുടെ കൂടെ ചിലവഴിക്കണം എന്ന തരത്തിലായിരുന്നു. കാസ്പറിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്കും മകനുമൊക്കെയൊപ്പം ജീവിക്കുന്നതിനേക്കാൾ അവരില്ലെങ്കിൽ തന്റെ ജോലിയിൽ കുക്കിംഗ് ലൈഫിൽ വലിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സാധിക്കാം എന്നൊരു തോന്നലായിരുന്നു അവനുണ്ടായിരുന്നത്. അത് മാത്രമായിരുന്നു കാസ്പറിന്റെ ലക്ഷ്യവും. പക്ഷേ കോടതി വിധി വന്നത് അത്തരത്തിലായതുകൊണ്ട് കാസ്പർ വീക്കെൻഡിൽ മകനെ കൂട്ടാനായി ചെന്നു. അന്ന് മകനെയും കൂട്ടി അവിടെ നിന്നവൻ സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിൽ പോയി. അവിടെ പോപ്കോൺ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതും തനിക്ക് പോപ്കോൺ വേണം എന്ന് മകൻ വാശി പിടിക്കാൻ ആരംഭിച്ചു. പോപ്കോൺ ആരോഗ്യത്തിന് കേടാണ്, മോനി ഓറഞ്ച് തിന്നോ എന്ന് പറഞ്ഞ് കാസ്പർ മകൻ ഓറഞ്ചൊക്കെ കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിന് സമ്മതിച്ചില്ല. ഒടുവിൽ മറ്റു വഴികളില്ലാതെ കാസ്പർ അവന് പോപ്കോൺ തന്നെ വാങ്ങിക്കൊടുത്തു. അവിടെ നിന്ന് തിരികെ നടന്നു വരുമ്പോൾ മകൻ അച്ഛനോട് നാളെ എന്നെ ഒരു സിനിമക്ക് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. കാസ്പർ പറഞ്ഞു, ഇല്ലടാ, നാളെ പറ്റില്ല. നാളെ ഒരു ഫേമസ് ഫുഡ് വ്ലോഗർ ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ വരുന്നുണ്ട്. ഞാൻ വേണം അദ്ദേഹത്തിന് കുക്ക് ചെയ്തു കൊടുക്കുവാൻ. റിവ്യൂ ഒക്കെ നല്ല രീതിയിൽ വന്ന അത് നല്ല പേര് കിട്ടുമല്ലോ. ഈ ആഴ്ച പോട്ടെ, അടുത്ത ആഴ്ച നമുക്കൊരു ലോങ് ഡ്രൈവ് തന്നെ പോയേക്കാം. അത് കേട്ടതും മകനും എക്സൈറ്റഡ് ആയി. ലോങ് ഡ്രൈവ് ഉറപ്പായും കൊണ്ടുപോകുമല്ലോ എന്ന് ചോദിച്ച് അവൻ ഏറെ സന്തോഷിച്ചു. അടുത്ത ദിവസം റെസ്റ്റോറന്റിൽ രാവിലെ തന്നെ ഹെഡ് ഷെഫായ കാസ്പർ എത്തി. തന്റെ ടീമിനെ വിളിച്ച് താൻ ആ റിവ്യൂവറിന് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്ന മികച്ച ഡിഷിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി വെക്കുവാനും പറഞ്ഞു. അപ്പോഴായിരുന്നു റെസ്റ്റോറന്റിന്റെ ഹോസ്റ്റസും മാനേജറുമായ മോളി അങ്ങോട്ടേക്ക് വന്നത്. റെസ്റ്റോറന്റ് ഓണർ റിവ്യൂ എത്തിയിട്ടുണ്ടെന്നും താങ്കളെ അന്വേഷിക്കുന്നുണ്ട് എന്നും മോളി പറഞ്ഞു. ഓണർ വന്നിട്ടുണ്ടെന്ന് കേട്ടതും കാസ്പറിന്റെ കിളിപാറിയിരുന്നു. അയാൾ എന്തിനാ ഇപ്പോ വന്നത്? അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ആകെ പ്രശ്നമാക്കുമല്ലോ എന്ന് കാസ്പർ ചിന്തിച്ചു. അങ്ങോട്ടേക്ക് പിന്നാലെ ഓണറും എത്തി. ഓണർ പറഞ്ഞു, മെനുവിൽ എന്താണോ ഉള്ളത് അത് മാത്രം തയ്യാറാക്കിയാൽ മതി. പുതിയ ഡിഷുകളോ പുതിയ പരീക്ഷണങ്ങളോ ഒന്നും വേണ്ട. ആ ഫുഡ് റിവ്യൂവർ, ആ വ്ലോഗർ, അയാൾ അധികം വൈകാതെ നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് എത്തും. സാർ വറീഡ് ആവണ്ട, ഞാൻ അദ്ദേഹത്തിനായി മികച്ചൊരു പുതിയ ഡിഷ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് അത് ഉറപ്പായും ഇഷ്ടപ്പെടും. കാസ്പർ പറഞ്ഞു നോക്കിയെങ്കിലും ഓണർ കട്ടായം പറഞ്ഞു, മെനുവിൽ ഉള്ളതല്ലാതെ മറ്റൊന്നും തന്നെ വേണ്ട എന്നതായിരുന്നു അത്. അതോടെ കാസ്പറും വല്ലാതായി. പിന്നാലെ ടീമിനെ വിളിച്ച്, ഞാൻ പറഞ്ഞതൊക്കെ മറന്നേക്കൂ, മെനുവിൽ എന്താണോ ഉള്ളത് അത് മാത്രം ചെയ്താൽ മതി എന്ന് ടീമിന് ഉത്തരവ് കൊടുത്തു. അടുത്ത ദിവസം മാർട്ടിനും ഫ്രണ്ട്സുമൊക്കെ ഒന്നിച്ച് മദ്യപിക്കുകയായിരുന്നു. വന്നുപോയ ഫുഡ് ബ്ലോഗർ അന്ന് റിവ്യൂ പോസ്റ്റ് ചെയ്യും. ട്വിറ്ററിൽ അയാൾ വൈകാതെ ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്തു. മാർട്ടിനും സംഘവും പ്രതീക്ഷയോടെ അത് വായിക്കാനും ആരംഭിച്ചു. പക്ഷേ കാസ്പർ അത് വായിക്കും തോറും എല്ലാവരും വല്ലാതായി. റെസ്റ്റോറന്റിലെ ഫുഡ് അത്രമേൽ മോശമായിരുന്നെന്നും ഹെഡ് ഷെഫ് അവിടെ എന്താണ് നോക്കുന്നത്, ആ ഫുഡൊക്കെ ഉണ്ടാക്കി അയാൾ ഒറ്റയ്ക്ക് തന്നെ തിന്നുവാണോ, അതായിരിക്കും അയാൾ ഗുണ്ടുമണിയെ പോലെ ഇരിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ മോശമായ റിവ്യൂ ആയിരുന്നു അതിൽ വന്നത്. കാസ്പർ അത് വായിച്ച് ആകെ അപ്സെറ്റായി. ബോഡി ഷെയ്മിംഗ് അടക്കം എഴുതിയിരിക്കുന്നു. മോളിയോടും അതിനെപ്പറ്റി കാസ്പർ ഒരുപാട് സംസാരിച്ചു. തന്റെ മനസ്സിലെ പ്രയാസങ്ങൾ പങ്കുവെച്ചു. അപ്പോഴേക്കും വീക്കെൻഡ് ആയിരുന്നു. കാസ്പറിന് മകനെ പോയി കൂട്ടണം. ദുഃഖത്തോടെ കാസ്പർ പോയി അന്ന് മകനെ കൂട്ടി. അവനെ പാർക്കിലും മറ്റും കൊണ്ടുപോയി, സിനിമയ്ക്കും കൊണ്ടുപോയി. പക്ഷേ കാസ്പറിന് ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. ആ റിവ്യൂവർ എഴുതിയ കാര്യമായിരുന്നു കാസ്പറിന്റെ മനസ്സ് നിറച്ചോടിക്കൊണ്ടിരുന്നത്. വല്ലായ്മ തോന്നിയ കാസ്പർ ഫുഡ് റിവ്യൂവറിനായി താൻ പുതുതായി ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കാൻ പോയ ഒരു ഡിഷ് ഉണ്ടായിരുന്നല്ലോ, അത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ആ ഡിഷ് ഉണ്ടാക്കി. പിന്നാലെ മാർട്ടിനെയും മറ്റൊരു ഷെഫിനെയും വിളിച്ചത് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അത് ടേസ്റ്റ് ചെയ്ത് അവരിരുവരും അതിന്റെ രുചിയിൽ അത്ഭുതപ്പെട്ടിരുന്നു. ഇത് വളരെയധികം നന്നായിട്ടുണ്ട് കാസ്പർ എന്നിരുവരും അവന്റെ ആ ഡിഷിനെ പുകഴ്ത്തി. നീ വെറുതെ ആ റിവ്യൂവർ എഴുതിയ റിവ്യൂവിനെ പറ്റി ആശങ്കപ്പെടാതെ
കരയാതിരിക്കെ, നിന്റെ കഴിവുകൾ ദാ ഇതുപോലെ ഞങ്ങൾക്കറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ കാസ്പറെ ആശ്വസിപ്പിക്കാനും ശ്രമിച്ചു. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും കാസ്പറുടെ മനസ്സിൽ നിന്ന് ആ റിവ്യൂവറോടുള്ള ദേഷ്യമോ പോകുന്നുണ്ടായിരുന്നില്ല. കാസ്പറിന് അയാൾക്കൊരു മെസ്സേജ് അയക്കണം എന്ന് തന്നെ തോന്നി. പക്ഷേ ട്വിറ്ററിൽ എങ്ങനെയാണ് പോസ്റ്റ് ഇടുന്നതെന്നോ മെസ്സേജ് അയക്കുന്നതെന്നോ കമന്റ് ചെയ്യുന്നതെന്നോ ഒന്നും കാസ്പറിന് അറിയില്ലായിരുന്നു. കാസ്പർ മകൻ വന്നപ്പോൾ മകന്റെ അടുത്ത് സഹായം ചോദിച്ചു. മകൻ കാസ്പറിന് ട്വിറ്ററിൽ ഒരു അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തു കൊടുത്തു. കുറച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കാസ്പർ അന്ന് രാത്രി മുഴുവനിരുന്ന് ആ റിവ്യൂവർ എഴുതിയ പോസ്റ്റും അതിൽ വന്ന കമന്റുകളും ഒക്കെ വായിച്ചു. അത് ഒന്നുകൂടി വായിച്ചതോടെ കാസ്പറിന്റെ ദേഷ്യം ഇരച്ചു കയറി. റിവ്യൂ എഴുതിയ ആ റിവ്യൂവറിന് പേഴ്സണലായി ചീത്ത വിളിച്ചുകൊണ്ട് മെസ്സേജ് അയക്കണം എന്ന് ചിന്തിച്ച് കാസ്പർ അത്തരത്തിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചു. പക്ഷേ മെസ്സേജിന് പകരം അതൊരു കമന്റ് ആയിട്ടായിരുന്നു അബദ്ധത്തിൽ കാസ്പർ പോസ്റ്റ് ചെയ്തത്. പിന്നാലെ അവൻ ടാബ് ഓഫ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അടുത്ത ദിവസമാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. അവൻ ചെയ്ത ട്വീറ്റും റീട്വീറ്റ് ചെയ്യപ്പെട്ട് കമന്റുകളാൽ നിറഞ്ഞ് ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയി തന്നെ മാറിയിരുന്നു. നെഗറ്റീവായി അത് കാസ്പറെ ബാധിച്ചു. അച്ഛന്റെ ഫോണിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്ന കണ്ട് മകനത് പരിശോധിച്ചപ്പോൾ ആയിരുന്നു കാര്യങ്ങൾ മനസ്സിലാവുന്നതും. അപ്പോഴും ഒന്നും വ്യക്തമാവാതിരുന്ന കാസ്പറിന് എന്താണ് പറ്റിപ്പോയ മണ്ടത്തരമെന്ന് മകൻ വിശദീകരിച്ചു കൊടുത്തു. ഒറ്റ ദിവസത്തിൽ കാസ്പറിന്റെ അക്കൗണ്ടിൽ 1500-ലധികം ഫോളോവേഴ്സും വന്നിരുന്നു. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരാൾ അങ്ങനെ ചീത്ത വിളിച്ചാൽ ഫേമസ് ആയി മറ്റൊരാൾ ചുമ്മാതിരിക്കുമോ? ആ റിവ്യൂവറും കാസ്പർ നല്ലൊരു ഷെഫ് പോലുമല്ല എന്ന തരത്തിലൊക്കെ മോശമായി കാസ്പറെ പറ്റി എഴുതി. കാസ്പറെ പറ്റി ചീത്ത എഴുതിയതുപോലും കാസ്പറിനും പ്രശ്നമായിരുന്നില്ല. പക്ഷെ അവനൊരു ഷെഫ് തന്നെയാണോ എന്ന് സംശയമുണ്ട് എന്ന തരത്തിലൊക്കെ എഴുതിയത് കാസ്പറിൽ നല്ല രീതിയിൽ കൊണ്ടിരുന്നു. ആരെയെ നീ ഷെഫല്ലെന്ന് പറയുന്നേ? ഇന്ന് വൈകുന്നേരം നീ റെസ്റ്റോറന്റ് ഒന്നുകൂടി വിസിറ്റ് ചെയ്യ്, ഞാൻ നിനക്ക് നല്ലൊരു ഡിഷ് ഉണ്ടാക്കി തരാം എന്ന തരത്തിൽ കാസ്പർ റിപ്ലൈ ചെയ്തു. അത് അവർക്കിടയിൽ വലിയൊരു മത്സരം പോലെയായി മാറുകയായിരുന്നു. അന്നുണ്ടാക്കുന്ന ഫുഡിലാണ് ഹെഡ് ഷെഫായ കാസ്പറിന്റെ അഭിമാനവും എല്ലാം നിലകൊണ്ടിരുന്നത്. ആ റിവ്യൂവർ വരുമ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അയാളുടെ വാക്കുകൾ അയാളെ കൊണ്ട് തന്നെ തിരുത്തിക്കണം എന്ന് കാസ്പറിനുണ്ടായിരുന്നു. പക്ഷേ കാസ്പർ ഇട്ട ട്വീറ്റ് കണ്ട് ഓണർ വീണ്ടും റെസ്റ്റോറന്റിലേക്ക് വന്നു. ആരോട് ചോദിച്ചിട്ടാ നീ ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കുന്നേ? ഓൾറെഡി കഴിഞ്ഞ തവണ നീയുണ്ടാക്കിയ ഡിഷും കൊണ്ട് ഹോട്ടലിന്റെ പേര് തന്നെ പോയിരിക്കുക. ഇനിയും ഈ ഹോട്ടലിന്റെ പേര് കുളമാക്കാനാണോ പദ്ധതി? മെനുവിൽ എന്താണോ ഉള്ളത് അത് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഓണർ വീണ്ടും കട്ടായം പറഞ്ഞു. അതൊക്കെ കേട്ടതും കാസ്പറിനും ദേഷ്യം വന്നിരുന്നു. കാസ്പർ പറഞ്ഞു, കാര്യം ശരിയാണ്, നിങ്ങളാണ് ഈ ഹോട്ടലിന്റെ ഓണർ. പക്ഷേ ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. മാത്രമല്ല ഞാനാണ് ഈ ഹോട്ടലിലെ ഹെഡ് ഷെഫ്. ഇവിടെ എന്ത് വിഭവം ഉണ്ടാക്കണം, എന്ത് വിളമ്പണം എന്നത് എന്റെ നിയന്ത്രണത്തിലായിരിക്കും. പൊതുവെ ഈഗോ കൂടിയുള്ള കാസ്പർ ആ ഒരു തലക്കനം കൂടി വെച്ചിട്ടായിരുന്നു ഓണറോട് സംസാരിച്ചത്. പക്ഷേ അത്തരത്തിലൊരു എംപ്ലോയി സംസാരിച്ചാൽ ഏതെങ്കിലും ഓണർ ചുമ്മാതിരിക്കുമോ? കാസ്പറിനോട് ജോലി രാജിവെച്ച് പോകുവാൻ ഓണർ ആവശ്യപ്പെട്ടു. ദേഷ്യത്തിൽ മുങ്ങിയിരുന്ന കാസ്പർ ആകട്ടെ, ഈ ഹോട്ടലിൽ ജോലി ചെയ്യാൻ എനിക്കിനി സൗകര്യമില്ലടോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തു. ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ കാസ്പർ പോകുന്ന വഴിയിൽ റിവ്യൂവറിന് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങി വീട്ടിലെത്തി അത് കുക്ക് ചെയ്യാനും ആരംഭിച്ചു. മറുവശത്ത് ഹോട്ടലിലാകട്ടെ ഹെഡ് ഷെഫായ കാസ്പർ ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്നു. കൃത്യസമയത്ത് ഭക്ഷണമാവാതെ കാര്യങ്ങൾ അലങ്കോലത്തിലായി. അപ്പോഴായിരുന്നു റിവ്യൂവർ എത്തുന്നതും. ഒരു തരത്തിൽ റിവ്യൂവറിന് വേണ്ടി ഇങ്ങനെയോ ഒരു വിഭവമുണ്ടാക്കി അവർ കൊണ്ടുവന്നു വെച്ചു. പക്ഷേ അതുകൂടി മോശമാണെന്ന് കണ്ടതും റിവ്യൂവറിന് ദേഷ്യം വന്നു. റെസ്റ്റോറന്റിൽ ഇരുന്ന് തന്നെ റിവ്യൂവർ അതിനെതിരെ മോശമായൊരു പോസ്റ്റ് ഇട്ടു. റിവ്യൂവറിന്റെ ആ ട്വീറ്റ് അതേസമയം കണ്ട് കാസ്പർ ആകട്ടെ ആ റെസ്റ്റോറന്റിലേക്ക് പുറപ്പെട്ടു വന്നു. അവിടെ റിവ്യൂവറിന്റെ മുമ്പിൽ വെച്ച് ഒരു സീൻ തന്നെ ഉണ്ടാക്കി. തനിക്കും അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനും ഒരു പങ്കുമില്ലെന്നും താൻ ഇവിടത്തെ ജോലി രാജിവെച്ച് പോയിട്ടാണുള്ളതെന്നും രാവിലെ തന്നെ പുറത്താക്കിയെന്നും അതുകൊണ്ട് തനിക്കെതിരെ ഇട്ട ട്വീറ്റ് പിൻവലിക്കണം എന്നുമായിരുന്നു കാസ്പറിന്റെ ആവശ്യം. തെറ്റിദ്ധാരണകൾ മൂലം ഇരുവരും തമ്മിൽ വാക്കുതർക്കവും ചെറിയ വഴക്കമുണ്ടായി. അവിടെ അത്തരത്തിലൊരു ഫൈറ്റ് നടക്കുമ്പോൾ റെസ്റ്റോറന്റിലുള്ള ബാക്കിയുള്ളവർ ചുമ്മാതിരിക്കുമോ? അവർ അതൊക്കെ വീഡിയോയിൽ പകർത്തുന്നുണ്ടായിരുന്നു. വൈകാതെ ആ സംഭവം ഇന്റർനെറ്റ് മുഴുവൻ വൈറലാവാൻ തുടങ്ങി. അതിനോടകം തന്നെ കാസ്പറിന് വേണ്ട ചീത്തപ്പേരുണ്ടായിരുന്നു. ആ സംഭവം കൂടി ആയതോടെ കാസ്പറിന്റെ റെപ്യൂട്ടേഷൻ മുഴുവൻ തകർന്നു. അടുത്ത ദിവസം കാസ്പറിന്റെ അവസ്ഥ മനസ്സിലാക്കി കാസ്പറിന്റെ ഭാര്യയുടെ സുഹൃത്ത് കാസ്പറിന് ഫോൺ ചെയ്തു. അവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു. ആ സുഹൃത്ത് ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ ചീഫായി ജോലി നോക്കുകയാണ്. എന്താടോ നിന്റെ വീഡിയോ ഒക്കെ ഇപ്പഴാ കണ്ടത്? വഴക്കൊക്കെ ഉണ്ടാക്കി ഒരുപാട് ഫേമസ് ആയിട്ടുണ്ടല്ലോ, എന്താ ഇനി പ്ലാൻ
എന്ത് പ്ലാൻ, എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും വേറെയും ഹോട്ടൽസ് ഉണ്ടല്ലോ, അവിടെ പോയി എന്റെ കഴിവുകൾ കാണിച്ച് അവിടെ ജോലിക്ക് കയറണം. വീണ്ടും ഇതുപോലൊരു ജോലിക്ക് കയറാനാണോ പദ്ധതി? നല്ല 2 ഐഡിയ ഉണ്ട്, ഞാൻ പറയുന്ന കേൾക്ക്. അത് വെച്ച് നിനക്ക് ഒരുപാട് പണവും ഉണ്ടാക്കാം. ട്വിറ്ററിൽ നിനക്കിപ്പോൾ 20,000-ന് മുകളിൽ ഫോളോവേഴ്സായി. പരസ്യ കമ്പനികളുമായി സഹകരിച്ചാൽ പ്രൊമോഷൻ ചെയ്ത് തന്നെ ഒരുപാട് പണമുണ്ടാക്കാം. ഇല്ലെങ്കിൽ എന്റെ ഒരു പരിചയക്കാരൻ ഒരു ഷോ നടത്തുന്നുണ്ട്, ഒരു കുക്കറി ഷോ ആണ്. അതിൽ പോയി പങ്കെടുത്താലും നിനക്കൊരുപാട് പണം ലഭിക്കും. നീ തന്നെ ആലോചിച്ച് തീരുമാനിക്കേ. അതൊക്കെ കേട്ടതും കാസ്പറിനും ദേഷ്യം വന്നിരുന്നു. നിങ്ങൾ എന്ത് വിചാരിച്ചു ഞാൻ പണത്തിനു വേണ്ടിയാണ് ജോലി നോക്കുന്നതെന്നോ? കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്റെ പാഷനാണ്, എന്റെ ജീവനാണ്. എനിക്ക് ചാവുന്നവരെ കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി കണ്ണീ കണ്ട ഹോട്ടലിലും മറ്റുമൊന്നും ഞാൻ പോയി ജോലി നോക്കില്ല. ആ കോൾ അങ്ങനായിരുന്നു അവസാനിച്ചതും. വീക്കെൻഡ് ആവാറാവുകയായിരുന്നു. വീക്കെൻഡിൽ കാസ്പർ വേണം മകനെ നോക്കുവാൻ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജോലി അന്വേഷിച്ചൊക്കെ പോകേണ്ടതുകൊണ്ട് മകനെ നോക്കൽ പ്രായോഗികമായിരുന്നില്ല. കാസ്പർ തന്റെ എക്സ് വൈഫിനെ ഫോൺ ചെയ്തു. താൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് മകനെ ഈ വീക്കെൻഡിൽ നോക്കാമോ എന്ന് ചോദിച്ചു. മോനെ കൊണ്ടുവന്ന് മോനെങ്ങാനും ലോങ് ഡ്രൈവിന് പോണമെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല. അവനും വലിയ വിഷമമാകും. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിക്കോട്ടെ, അവനെ ഞാൻ കൊണ്ടുവന്നോളാം. കാസ്പർ എക്സ് വൈഫിനോട് വിശദമായി പറഞ്ഞതും എക്സ് വൈഫും അതിന് സമ്മതിച്ചു. ഇതെല്ലാം മകനും കേൾക്കുന്നുണ്ടായിരുന്നു. അവന് വലിയ സങ്കടം തോന്നി. നടന്ന സംഭവങ്ങളിൽ നിന്നൊന്നും പുറത്തു വരാൻ കാസ്പറിനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. മദ്യപിക്കാൻ പോയി നടന്നതിനെ പറ്റിയും എല്ലാ പ്രശ്നങ്ങളെ പറ്റിയും അവൻ പുലമ്പിക്കൊണ്ടേയിരുന്നു. മോളി അവിടെ ഉണ്ടായിരുന്നു. മോളി കാസ്പറോട് സംസാരിച്ച് കാസ്പറെ ആശ്വസിപ്പിച്ചു. കാസ്പർ ഏറ്റവും മികച്ച ഷെഫ് തന്നെയാണെന്നും അതിലൊരു സംശയവും വേണ്ടെന്നും ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി മറിയുമെന്നും ആദ്യം നീയൊന്നും മൈൻഡ് ഫ്രീ ആവ്, അതിനൊരു ലോങ് ഡ്രൈവ് പോയിട്ട് വാ എന്നൊക്കെ മോളി കാസ്പർ ഉപദേശിച്ചു. കാസ്പറിനും അതൽപ്പം ആശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ മകനെ കൂടെ കൂട്ടുവാൻ കാസ്പർ എക്സ് വൈഫിന്റെ വീട്ടിലേക്ക് പോയി. കാസ്പറെ എക്സ് വൈഫ് വെൽക്കം ചെയ്തു. പിന്നാലെ പറഞ്ഞു, ജോലി പോയതോർത്തൊന്നും ഭയപ്പെടണ്ട. നിങ്ങളെന്തിനാ ഓരോരോ റെസ്റ്റോറന്റിൽ പോയി ജോലിക്കായി അപേക്ഷിച്ചും മറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനൊരു ഐഡിയ പറയാം. നിങ്ങളൊരു ഫുഡ് ട്രക്ക് ബിസിനസ് തുടങ്ങ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് നൽകാമല്ലോ. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് കേട്ടതും കാസ്പർ വല്ലാതെ അസ്വസ്ഥനായി. എത്ര വലിയ ഷെഫാണ് ഞാനൊരു ഹെഡ് ഷെഫാണ്. ഞാൻ പോയി ഒരു ഫുഡ് ട്രക്കിൽ ജോലി നോക്കാനോ ഫുഡ് ട്രക്ക് നടത്താനോ? എന്നെ എന്താ അത്രയ്ക്ക് കൊച്ചാക്കുവാണോ എന്ന തരത്തിൽ കാസ്പറുടെ ഈഗോ ഹർട്ടാവുകയായിരുന്നു ചെയ്തത്. കാസ്പർ ദേഷ്യപ്പെടുന്ന കണ്ടതും എക്സ് വൈഫ് പറഞ്ഞു, വെറുതെ ദേഷ്യപ്പെടുവൊന്നും വേണ്ട, വിട്ടേരെ. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. നിങ്ങളില്ലാത്തതുകൊണ്ട് ഞാനും മോനും കൂടി മയാമിയിലേക്ക് പോവാൻ പ്ലാൻ ചെയ്തിരുന്നു. നിങ്ങളും ഒന്ന് ലോങ് ഡ്രൈവ് പോവാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നില്ലേ? ഞങ്ങളുടെ കൂടെ മയാമിയിലേക്ക് വാ. നിങ്ങൾ കൂടിയുണ്ടെങ്കിൽ മോനും അത് വലിയ സന്തോഷമാകും. അത് കേട്ടതും കാസ്പർ ഒന്ന് ആലോചിച്ചു. ശേഷം സമ്മതിക്കുകയും ചെയ്തു. അധികം വൈകാതെ അവരെല്ലാവരും ചേർന്ന് മയാമിയിലേക്ക് പുറപ്പെട്ടു. മയാമിയിലായിരുന്നു കാസ്പറുടെ എക്സ് വൈഫിന്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നത്. അവർ അന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറന്റിൽ പോയി. ആ റെസ്റ്റോറന്റിലെ ഏറ്റവും ഫേമസ് ആയ സാൻഡ്വിച്ച് ആയിരുന്നു അവർ കഴിച്ചത്. അതിന്റെ രുചിയിൽ കാസ്പർ മതിമറന്നു. ഇതുപോലൊരു സാൻഡ്വിച്ച് ലോസ് ആഞ്ചലസിൽ ഉള്ളവരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇതുപോലൊന്നും അവിടെ ലോഞ്ച് ചെയ്താൽ, ഇതുപോലത്തെ ഭക്ഷണം അവിടെ വിളമ്പിയാൽ അത് വലിയ ശ്രദ്ധ നേടുമല്ലോ എന്ന് കാസ്പർ പറഞ്ഞു. പക്ഷേ അതിന് സ്വന്തം ഓണർഷിപ്പിൽ അത്തരത്തിലൊരു സംരംഭം ഉണ്ടാകണം. അതിനുള്ള ഏറ്റവും എളുപ്പവഴി എക്സ് വൈഫ് പറഞ്ഞ പോലെ ഫുഡ് ട്രക്കാണ് എന്ന് കാസ്പർ തിരിച്ചറിഞ്ഞു. എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ചിന്തിച്ച കാസ്പർ എക്സ് വൈഫിനോട് അതിനെപ്പറ്റി സംസാരിക്കുകയും അവളുടെ സഹായം തേടുകയും ചെയ്തു. എക്സ് വൈഫ് ആകട്ടെ തന്റെ ആദ്യ ഭർത്താവിന് അത്തരത്തിൽ വണ്ടികളുടെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നെന്നും അദ്ദേഹത്തെ പോയി മീറ്റ് ചെയ്താൽ മതി, അദ്ദേഹം സഹായിക്കും എന്നും കാസ്പറോട് പറഞ്ഞു. കാസ്പർ അങ്ങനെ എക്സ് വൈഫിന്റെ ആദ്യ ഭർത്താവിനെ മീറ്റ് ചെയ്യുവാൻ ചെന്നു. മാർവിൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. കാസ്പർ മാർവിനെ ചെന്ന് മീറ്റ് ചെയ്തു. മാർവിൻ കാസ്പറെ വെൽക്കം ചെയ്തു. എന്റെ എക്സ് വൈഫ് എങ്ങനെയുണ്ട്? നിങ്ങൾ ഒരുപാട് ഫേമസ് ആയെന്ന് തോന്നുന്നല്ലോ, നെറ്റ് മുഴുവൻ നിങ്ങളാണല്ലോ എന്നൊക്കെ മാർവിൻ കാസ്പറോട് പറഞ്ഞു. പൊന്നു സാറേ, ഒന്ന് വിട്ടുപിടി, ഇതൊക്കെ മറക്കണമെന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ എന്നായിരുന്നു കാസ്പറുടെ മറുപടി. മാർവിൻ കാസ്പറെ സഹായിക്കാൻ ഒരുങ്ങി. ഒരു പഴയ ഫുഡ് ട്രക്ക് ഉണ്ടെന്നും അതെടുത്ത് നന്നാക്കി എടുത്തോളൂ എന്നും മാർവിൻ കാസ്പറോട് പറഞ്ഞു. തരക്കേടില്ലാത്തൊരു ഫുഡ് ട്രക്ക് ആയിരുന്നു കാസ്പർ പ്രതീക്ഷിച്ചത്. വലിയ ചിലവില്ലാതെ കിട്ടുന്നതാണല്ലോ. പക്ഷെ ചെന്ന് നോക്കിയപ്പോഴോ വളരെയധികം പഴക്കം ചെന്ന് ഉൾഭാഗമൊക്കെ ആകെ നാശമായി കിടന്നൊരു ട്രക്കായിരുന്നു അത്. വേറെ വഴികളൊന്നുമില്ല. ആ ട്രക്ക് നന്നാക്കിയെടുത്തേ പറ്റൂ. കാസ്പർ തന്നെ നേരിട്ട് അത് ക്ലീൻ ചെയ്യാനും മറ്റും തുടങ്ങി. മകനും കാസ്പറുടെ കൂടെ കൂടി. കാസ്പർ മകനോടൊപ്പം അധിക സമയമൊന്നും ചെലവഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ട്രക്ക് ക്ലീനിങ്ങും അതിന്റെ ഉള്ളിലെ വസ്തുക്കൾ അണിയിച്ചൊരുക്കലും സാധനങ്ങൾ വാങ്ങി നിറയ്ക്കലും ഒക്കെയായി മകൻ ഫുൾ ടൈം കാസ്പറുടെ കൂടെ തന്നെയായി. അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ്ങും ഉടലെടുത്തു.
ട്രക്കിന്റെ പണി അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് കാസ്പറുടെ സുഹൃത്ത് മാർട്ടിനും വന്നെത്തി. തന്റെ ഷെഫ് ജോലി രാജിവെച്ചിട്ടായിരുന്നു കാസ്പർ ഫുഡ് ട്രക്ക് ഒരുക്കുന്ന വിവരമറിഞ്ഞ് മാർട്ടിൻ അങ്ങോട്ടേക്ക് എത്തിയത്. കാസ്പറുടെ കൂടെ ജോയിൻ ചെയ്യാനായിരുന്നു മാർട്ടിന്റെയും പദ്ധതി. അങ്ങനെ കാസ്പറും മാർട്ടിനും മകനും ഒന്നിച്ച് ഫുഡ് ട്രക്ക് അടിപൊളിയായി തയ്യാറാക്കിയെടുത്തു. ആദ്യത്തെ പരീക്ഷണം എന്ന നിലയിൽ മിയാമിയിലെ റെസ്റ്റോറന്റിൽ കഴിച്ച് ഇഷ്ടപ്പെട്ട അതേ സാൻഡ്വിച്ച് കാസ്പർ റീക്രിയേറ്റ് ചെയ്തു. അത് അത്രമേൽ രുചികരമായിരുന്നു. കാസ്പർ മകനെയും അത്യാവശ്യം കുക്കിങ്ങും ചെറിയ കാര്യങ്ങളും ഫുഡ് ട്രക്കിന്റെ ബിസിനസ് പരിപാടികളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒരു ദിവസം വൈകിട്ട് കാസ്പറും മാർട്ടിനും മദ്യക്കുപ്പികളുമായി ഇരിക്കുകയായിരുന്നു. അടുത്ത മകനും ഇരിക്കുന്നുണ്ട്. മകൻ കുറെ നേരമായി മദ്യക്കുപ്പിയിൽ നോക്കുന്നു. കാസ്പർ അത് ശ്രദ്ധിച്ചു. ഉടനടി ഒരു കുപ്പിയെടുത്ത് കാസ്പർ മകന് കൊടുത്തു. അവനോട് കുടിക്കാനും പറഞ്ഞു. പക്ഷെ കുടിക്കാൻ പോയ മകൻ അതിന്റെ മണവും അരുചിയും കാരണം തുപ്പുകയും മാറ്റിവെക്കുകയുമായിരുന്നു ചെയ്തത്. കാസ്പർ ഉടൻ ആ കുപ്പി തിരികെ വാങ്ങിക്കൊണ്ട് പറഞ്ഞു, മനസ്സിലായല്ലോ, ഇതാണ് ഇതിന്റെ രുചിയും മണവുമൊക്കെ. ഭാവിയിൽ നിന്റെ കൂട്ടുകാരൊക്കെ ഇതേപോലെ ഈ കുപ്പി നിന്റെ നേരെ നീട്ടും. അപ്പോ ഈ കാര്യം ഓർത്ത് നീ അതങ്ങ് വേണ്ടാന്ന് വെച്ചേക്കണം. ഒരിക്കലും അത് വാങ്ങി കുടിച്ചേക്കരുത്. അതിനുള്ള ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഇപ്പോ നടന്നത്. അവർ മൂവരും ചിരിച്ചു. ഫുഡ് ട്രക്ക് പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞു. സമ്മർ ഹോളിഡേസ് ഒക്കെ അവസാനിച്ച് കാസ്പറുടെ മകന് സ്കൂൾ തുടങ്ങാനും പോവുകയായിരുന്നു. അതുകൊണ്ട് മകനെ കൂട്ടിക്കൊണ്ടു പോകാൻ എക്സ് വൈഫും അങ്ങോട്ടേക്ക് എത്തി. മോനുമായി താൻ ലോസ് ആഞ്ചലസിലേക്ക് പൊക്കോളാമെന്നും നിങ്ങൾ വണ്ടിയൊക്കെ റെഡിയാക്കി റോഡ് മാർഗം പതിയെ ഓടിച്ച് അങ്ങോട്ടേക്ക് എത്തിയാൽ മതി എന്നും എക്സ് വൈഫ് കാസ്പറോട് പറഞ്ഞു. പക്ഷേ എന്തു ചെയ്താൽ അച്ഛന് വിട്ടുവരാൻ മകൻ ഒരുക്കമായിരുന്നില്ല. അച്ഛന്റെ ഒപ്പം താൻ ഫുഡ് ട്രക്കിൽ വന്നോളാം എന്നവൻ വാശി പിടിച്ചു. ഒടുവിൽ മകനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഭാര്യയെ തിരിച്ച് മിയാമിലേക്ക് അയച്ച് കാസ്പറും മാർട്ടിനും കാസ്പറിന്റെ മകനും കൂടി ഫുഡ് ട്രക്കിൽ യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ നഗരത്തിലെ വലിയ വശങ്ങളിലൊക്കെ ഫുഡ് ട്രക്ക് ഒതുക്കി മികച്ച ഭക്ഷണം കച്ചവടം ചെയ്തൊക്കെയായിരുന്നു അവരുടെ യാത്ര മുമ്പോട്ട് പോയത്. അന്നത്തെ കാലത്ത് ഫുഡ് ട്രക്ക് ബിസിനസ് അല്പം പുതുമയുള്ളതായതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ ശ്രദ്ധ പിടിച്ചുപറ്റി. മാത്രമല്ല അവരുടെ ഭക്ഷണത്തിന്റെ രുചികൾ കൊണ്ടും ആളുകളും ഭക്ഷണം വാങ്ങാൻ സംഘടിച്ചെത്തുകയും ചെയ്തു. ഇതൊന്നും പോരാതെ കാസ്പറുടെ മകനാകട്ടെ അവർ പോകുന്ന നാടുകളും ഫുഡ് ട്രക്ക് ബിസിനസിനെ പറ്റിയും ട്വിറ്ററിൽ എഴുതുവാനും അവർ വരാൻ പോകുന്ന നഗരത്തെ പറ്റിയും ഫുഡ് ട്രക്ക് ബിസിനസ് ഉണ്ടാവുന്ന സ്ഥലത്തെ പറ്റിയും ട്വീറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിലും അത് ട്രെൻഡിംഗ് ആയി മാറി. അതോടെ ഫുഡ് ട്രക്ക് ചെല്ലുന്നിടത്തൊക്കെയും ആളുകൾ സംഘടിച്ചെത്താൻ ആരംഭിച്ചു. ഫുഡ് ട്രക്ക് പെട്ടെന്ന് തന്നെ പേരെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയിരിക്കെ ഒരിടത്തവർ ഫുഡ് ട്രക്ക് ഒതുക്കി വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്കൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നു. ഇവിടെ ഇങ്ങനെ വ്യാപാരം ചെയ്യുവാൻ നിങ്ങൾക്കാരാണ് അവകാശം തന്നത് എന്നൊക്കെ ചോദിച്ച് പ്രശ്നമുണ്ടാക്കാൻ ആരംഭിച്ചു. കാസ്പറും വന്ന് സംസാരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാസ്പറെ കണ്ടതും പോലീസ് ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. നിങ്ങളല്ലേ ആ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയ ഷെഫ്? എന്റെ മകൻ നിങ്ങളുടെ വലിയൊരു ഫാനാ. അത് പറഞ്ഞതും ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാവങ്ങൾ മാറി. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നിങ്ങളൊപ്പം എന്റെ മകനു വേണ്ടി ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ. കാസ്പറിനും അതിശയവും സന്തോഷവും തോന്നി. കാസ്പർ ആ പോലീസ് ഉദ്യോഗസ്ഥനൊപ്പം ഫോട്ടോസ് എടുത്തു. അതോടെ പ്രശ്നമുണ്ടാക്കാതെ പോലീസ് ഉദ്യോഗസ്ഥൻ പോവുകയും ചെയ്തു. ഫുഡ് ട്രക്കിലെ ഭക്ഷണമെനു മികച്ചതായതുകൊണ്ട് തന്നെ ഫുഡ് ട്രക്ക് വളരെയധികം പ്രസിദ്ധി നേടി. കാസ്പറിന്റെ മകനാകട്ടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ എന്നിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും വീഡിയോസുമായി നടക്കുന്നതൊക്കെയും പോസ്റ്റ് ചെയ്തു. ഇതൊക്കെ കണ്ട് കാസ്പറിന്റെ എക്സ് വൈഫും ഒരുപാട് സന്തോഷിച്ചു. ഒടുവിൽ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ ലോസ് ആഞ്ചലസിൽ എത്തിച്ചേർന്നു. അന്നൊരു ദിവസം കാസ്പർ മകനോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. എപ്പോഴും ഞാൻ നിന്നെയും നിന്റെ അമ്മയെയും അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. നിങ്ങൾ എന്റെ കൂടെയുണ്ടെങ്കിൽ കരിയറിൽ എനിക്ക് വലിയ നിലയിൽ എത്താൻ സാധിക്കില്ല എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്റെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാ എനിക്ക് പ്രസിദ്ധിയും എല്ലാം വന്നത്. നിന്റെ ഹോളിഡേയ്സ് കഴിയാൻ പോകുവല്ലേ, നീ നല്ല രീതിയിൽ പഠിക്കണം, അമ്മയെ നന്നായി നോക്കണം. നിന്റെ അമ്മ ഒരു പാവമാണ്. എന്നെപ്പോലൊന്നും നീ ആയേക്കരുത്. പഠിച്ച് നല്ല ജോലിയിലെത്തണം. നീ ഈ ഫുഡ് ട്രക്കും അതിന്റെ ബിസിനസ്സും ഒക്കെ വിട്ടേരെ. നന്നായി പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കൊടുക്ക്. പക്ഷെ ഇതൊക്കെ കേട്ടതും കാസ്പറിന്റെ മകന് വലിയ സന്തോഷമുണ്ടായിരുന്നില്ല. അച്ഛനും ഫുഡ് ട്രക്കും ഫുഡ് മേക്കിങ്ങും ഒക്കെ അവൻ അത്രമേൽ ഇഷ്ടപ്പെടാൻ ആരംഭിച്ചിരുന്നു. അങ്ങനെ എങ്ങനെ ഞാൻ പോകുന്നേ, വീക്കെൻഡിലെങ്കിലും ഞാൻ അച്ഛനൊപ്പം ഫുഡ് ട്രക്കിൽ ജോലി നോക്കിക്കോട്ടെ എന്ന് മോൻ ചോദിച്ചെങ്കിലും കാസ്പർ അതിന് സമ്മതിച്ചില്ല. കാസ്പർ മകനെ തന്റെ മുൻഭാര്യയ്ക്ക് അടുത്താക്കി അവിടെ നിന്ന് തിരികെ പോന്നു. കാസ്പറിനും മകനെ അങ്ങനെ വിട്ടിട്ട് പോരുമ്പോൾ ഏറെ വേദനയുണ്ടായിരുന്നു. പക്ഷെ അവൻ നന്നായി പഠിച്ച് നല്ല രീതിയിലാവണം എന്നത് മാത്രമായിരുന്നു കാസ്പർ ആഗ്രഹിച്ചത്. വീട്ടിലെത്തി ദുഃഖത്തോടെ അവൻ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ മകനും താനും ഒന്നിച്ച് ചിലവഴിച്ച നിമിഷങ്ങൾ മകൻ ഫോണിൽ പകർത്തി വെച്ചിരിക്കുന്നത് കാസ്പർ കണ്ടു. ആ സന്തോഷ നിമിഷങ്ങളും ഒക്കെയും കണ്ട് കാസ്പറിനും സന്തോഷം തോന്നി. ഒപ്പം എന്തോ ഒരു വേദനയും. തൊട്ടു പിന്നാലെ കാസ്പർ മകനെ ഫോൺ ചെയ്തു. ഹോളിഡേയ്സിൽ അവനോട് തന്റെ കൂടെ വന്ന് ഫുഡ് ട്രക്കിൽ ജോലി നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടതും അവന്റെ മകൻ അത്രമേൽ സന്തോഷിച്ചിരുന്നു. പക്ഷേ നടന്നത് മറ്റൊന്നായിരുന്നു. കാസ്പറിന്റെ ഫുഡ് ട്രക്ക് അത്രമേൽ പ്രശസ്തമായതോടെ വലിയ തിരക്കും അനുഭവപ്പെടാൻ തുടങ്ങി. മകനൊപ്പം കാസ്പറിന്റെ മുൻഭാര്യ പോലും കാസ്പറെ സഹായിക്കാനെത്തി.
അങ്ങനെയിരിക്കെ തിരക്കേറിയ ഒരു ദിവസം പണ്ട് കാസ്പറിനെതിരെ റിവ്യൂ എഴുതിയ ഫുഡ് റിവ്യൂവർ കാസ്പറിന്റെ ഫുഡ് ട്രക്കിലെത്തി കാസ്പറിനോട് തനിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. കാസ്പറെ വിളിച്ചു മാറ്റി നിർത്തി ആ റിവ്യൂവർ കാസ്പറിനോട് സംസാരിക്കാനും തുടങ്ങി. കാസ്പർ, നിനക്കെന്നോട് ദേഷ്യമായിരിക്കുമെന്നറിയാം, പക്ഷേ ഒന്നുണ്ട്, നീ മുമ്പ് ജോലി നോക്കിയിരുന്ന റെസ്റ്റോറന്റില്ലേ, അവിടെ സ്ഥിരമായി വരുമായിരുന്നു. വ്യത്യസ്തമായി നീ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ അത്രമേൽ രുചികരമായിരുന്നു. അതുകൊണ്ടാണ് ആ റെസ്റ്റോറന്റിനെ പറ്റിയും നിന്റെ ഭക്ഷണത്തെ പറ്റിയും റിവ്യൂ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. പൊതുവെ നിന്റെ ഭക്ഷണത്തിൽ നിന്റെ ഹാർഡ് വർക്കും അതിൽ നീ ചെയ്യുന്ന വ്യത്യസ്തതകളും അതിന്റെ അറേഞ്ച്മെന്റ്സും ഒക്കെ അത്രമേൽ മികച്ചതായി കാണപ്പെടാറുണ്ടായിരുന്നു. പക്ഷെ അന്ന് വന്നപ്പോൾ അത്രയും നിരാശപ്പെടുന്ന രീതിയിലായിരുന്നു എനിക്ക് ഭക്ഷണം കിട്ടിയത്. അത് നീയല്ല ഉണ്ടാക്കിയത് എന്ന് അന്വേഷിക്കാൻ ഞാൻ തയ്യാറായില്ല എന്നത് സത്യമാണ്. പക്ഷെ ആ നിരാശയുടെ ദേഷ്യത്തിലായിരുന്നു അന്ന് ഞാൻ ആ റിവ്യൂ എഴുതിയത്. നീ അത് ഏറ്റുപിടിച്ച് തിരികെ അത്തരത്തിൽ അബ്യൂസീവായൊക്കെ കമന്റ് എഴുതിയതോടെ എനിക്കും വാശിയായി. അതുകൊണ്ടാ ആ പ്രശ്നം ഇത്രമേൽ വളർന്നു പോകുന്നത്. നിങ്ങളുടെ ഫുഡ് അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാ നിങ്ങൾ രണ്ടാമത് ക്ഷണിച്ചപ്പോഴും റിവ്യൂ ചെയ്യാനും അത് കഴിക്കാനും ഞാൻ അങ്ങോട്ടേക്ക് വീണ്ടും വന്നത്. അന്നും നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ സംഭവിച്ചു പോയി. കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പോ ഞാൻ നിങ്ങളുടെ ഫുഡ് ട്രക്കിലെ ഭക്ഷണം കഴിച്ചിരുന്നു. അത്രമേൽ മികച്ചതാണത്. ഉറപ്പായും ഞാനിതിന് നല്ലൊരു റിവ്യൂ തന്നെ എഴുതും. ഒരുപക്ഷെ ഇതെന്റെ അവസാനത്തെ റിവ്യൂവുമായിരിക്കും. എനിക്ക് നിങ്ങളെ പഴയ പോലെ വലിയൊരു ഷെഫായി കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതൊന്നും കേട്ടതും കാസ്പറിന് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. റിവ്യൂവർ വിശദീകരിച്ചു. ഇത്രനാളും റിവ്യൂ എഴുതിയ പണം കൊണ്ട് ഞാനൊരു വലിയ റെസ്റ്റോറന്റ് പണിയാൻ പോവുകയാണ്. അവിടുത്തെ ഹെഡ് ഷെഫായി ഞാൻ ഉദ്ദേശിക്കുന്നത് താങ്കളെയാണ്. താങ്കൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കുമോ? അവിടെ താങ്കളെ ഭരിക്കുവാനോ ഫുഡിനെ പറ്റി ചോദ്യം ചെയ്യാനോ ഒന്നും ഞാൻ വരില്ല. താങ്കളായിരിക്കും ഫുഡിന്റെ എല്ലാത്തിന്റെയും മേലധികാരി. എല്ലാം നിയന്ത്രിക്കുന്നതും താങ്കൾ മാത്രമായിരിക്കും. വേണമെങ്കിൽ ഒരു ഓണറിന്റെ സ്ഥാനം തന്നെ താങ്കൾക്കുണ്ട് എന്ന് വെച്ചോളൂ. താങ്കൾക്ക് എന്റെ കൂടെ ചേർന്ന് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? റിവ്യൂവർ ചോദിച്ചത് കേട്ട് കാസ്പർ ഒന്ന് ആലോചിച്ചു. ആദ്യം അതിന് മടിച്ചെങ്കിലും പിന്നീട് കാസ്പർ അതിന് ഓക്കെ പറഞ്ഞു. പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷം നഗരത്തിലെ വലിയൊരു റെസ്റ്റോറന്റ്, കാസ്പറിനായ റിവ്യൂവർ വലിയൊരു റെസ്റ്റോറന്റ് തന്നെ തുടങ്ങിയിരുന്നു. പക്ഷേ റെസ്റ്റോറന്റ് അന്ന് അവധിയാണ്. അതിന്റെ പിന്നിൽ എന്തോ ഫംഗ്ഷൻ നടക്കുന്നു. വൈകാതെ ആ ഫംഗ്ഷൻ എന്തെന്ന് വ്യക്തമാവുകയായിരുന്നു. ഡിവോഴ്സ് ആയിരുന്ന കാസ്പറും മുൻഭാര്യയും വീണ്ടും വിവാഹിതരായി. തെറ്റിദ്ധാരണകളും ഈഗോയും ഒക്കെ മാറ്റിവെച്ച് തന്റെ ജീവിത വിജയത്തിന് കാരണമായ അവളെ വീണ്ടും കാസ്പർ കൂടെ കൂട്ടി. അവരുടെ മകനും അതിലേറെ സന്തോഷിച്ചിരുന്നു. അവരുടെ ജീവിതം അത്രമേൽ നല്ല രീതിയിൽ മുന്നോട്ടു പോകും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.